റെസ്പോൺസിബിൾ ഡ്രിങ്കേഴ്സ് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. വിദേശ മദ്യങ്ങളിലൊക്കെ ബോട്ടിലിരുന്ന ഡ്രിങ്ക് റെസ്പോൺസിബിലിറ്റി എന്നാ, ഇവിടുത്തെ പോലെ ഹാംഫുൾ നല്ലത്. അതുപോലെ തന്നെ അവിടെയൊക്കെ ഇപ്പൊ 80% വരെ ചക്കാമാക്ക, അബ്സന്റ് ഇങ്ങനെയുള്ള മദ്യങ്ങൾ ഉത്പാദിച്ചുകൊണ്ടിരിക്കുക. ഇപ്പോഴാണ് ഇവിടെ 0 പോയിന്റിലേക്ക് പോകുന്നത്. ഇതിന്റെയൊക്കെ ഒരു അൾട്ടിമേറ്റ് സ്റ്റേജിൽ എത്തിക്കഴിഞ്ഞു ലോകം മുഴുവൻ. ലോകത്ത് എല്ലായിടത്തും മദ്യം കിട്ടും. ഒരു രാജ്യത്ത് പോലും ഈ മദ്യനിരോധനം വിജയിച്ചിട്ടുമില്ല. അവിടെ കിട്ടും, അതൊക്കെ തുറന്നു. പിന്നെ നമ്മളിവിടെ ഇരുന്ന് ഈ രോഗം ഉണ്ടാക്കുന്നു, അപകടം ഉണ്ടാക്കുന്നു. ഇത് മാത്രമല്ല, ഈ പിള്ളേരെ ഓരോ ദിവസവും ഒരു 5 കുട്ടികളെങ്കിലും കേരളത്തിൽ സ്വിമ്മിങ് അറിയാൻ മേലാതെ മരിക്കുന്നുണ്ട്, ഇല്ലേ? മദ്യപിച്ചിട്ട് അങ്ങനെ അത്രയും പേരെ ഒന്നിച്ചു മരിക്കുന്നില്ല. ഞാൻ ചോദിക്കട്ടെ ഫിലിപ്പോസ് പഠിക്കലേ, ഒരു സെക്കൻഡ് ആദ്യം സ്വിമ്മിങ് പഠിപ്പിക്കട്ടെ. ചെയ്യേണ്ടത് ഈ സ്കൂളിലെ ദോഷങ്ങൾ എന്തൊക്കെയാണ് അങ്ങയുടെ ഈ മണ്ണിലെ അവതാര ലക്ഷ്യം എന്താ? അവതാര ലക്ഷ്യം ഞാനും സാധാരണ മനുഷ്യനെ പോലെ ജനിച്ചു, അതുപോലെ മരിക്കും. അല്ലല്ല, അതേ ഉള്ളൂ. ഈ മുഴുവൻ ആൾക്കാരെയും കുടിപ്പിച്ചിട്ട് മരിക്കും അങ്ങനെ ഞാൻ പറയാം. ഞാൻ ആരെയും കുടിപ്പിക്കാറില്ല. മദ്യപിക്കുന്നോണ്ട് കുഴപ്പമില്ല എന്നുള്ളതിന്റെ മാന്യമായിട്ടാണ് മദ്യം കഴിക്കുന്നത്. മാന്യമായിട്ട് കഴിക്കും. ഞാൻ 50 വർഷമായി മദ്യപിക്കുന്ന നായർ കേട്ട് ഞെട്ടിക്കാണോ? മദ്യം കഴിക്കുന്നത് മാന്യത ഉണ്ടെന്ന് മനസ്സിലായില്ലേ? മാന്യമായിട്ട് മദ്യം കഴിക്കുന്ന പഠിക്കലോട് ചോദ്യം. ഞാനത് ഒരു സിവിലൈസ്ഡ് വേൾഡിൽ ഇപ്പോൾ ഉള്ളത് റെസ്പോൺസിബിൾ ഡ്രിങ്കിങ് ആണെന്നുള്ളതായിട്ട് തർക്കമില്ല. ഇവിടെ ആരോഗ്യ വിദഗ്ധരും അല്ലെങ്കിൽ മറ്റുള്ളവരൊക്കെ പറഞ്ഞ കാര്യങ്ങൾ, അതിന്റെ ബോഡി ഹാംഫുൾ എഫക്ട്സ് എന്നുള്ളത് അതിലും തർക്കമില്ല. ഇതിനൊരു ബാലൻസ് വേണം. ഒരു ബാലൻസ് അനുസരിച്ച് മാത്രം മുന്നോട്ട് പോകാൻ പറ്റും. ആ ബാലൻസ് ഉണ്ടാക്കുക എന്നുള്ളത് ഗവൺമെന്റ് ഉത്തരവാദിത്വമാണ്. അതെല്ലാം കൺസൾട്ടേഷന് ശേഷം ഗവൺമെന്റ് ആ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് ഗവൺമെന്റ് ചെയ്യും. അതിന് ഇന്നത്തെ സാമൂഹ്യ സാഹചര്യങ്ങൾ പുതിയ തലമുറയുടെ ആവശ്യം, അത് അപകടമാവുന്നത് എവിടെയാണ്, ഇതെല്ലാം പറയും. ഇപ്പൊ നേരത്തെ ഇവിടെ ആരോ പറഞ്ഞപ്പോ ഇത് കുട്ടികൾക്ക് കിട്ടുമോ എന്നുള്ളത്, അങ്ങനെയല്ല. ബെവ്കോയിൽ കൂടിയാണ് അത് കൊടുക്കുന്നത്. ബെവ്കോയിൽ ഇപ്പോൾ തന്നെ കൊടുക്കുന്നുണ്ടല്ലോ, ബിയർ മേടിക്കുന്നത്. അത് 18 വയസ്സ് കഴിഞ്ഞ കുട്ടികൾക്ക് മാത്രമേ കിട്ടുള്ളൂ, അതിന് താഴത്തേക്കുള്ളവർക്ക് കൊടുക്കുന്നില്ല. അപ്പൊ ഇതിന്റെ സപ്ലൈ സിസ്റ്റത്തിൽ ആ ഒരു നിയന്ത്രണം നമുക്കുണ്ട്. പിന്നെ 21 സപ്ലൈ സിസ്റ്റത്തിൽ നമുക്ക് നിയന്ത്രണമുണ്ട്. പിന്നെ നമ്മുടെ ടാക്സേഷൻ കൊണ്ട് നമുക്ക് നിയന്ത്രണമുണ്ട്, നമ്മുടെ പോളിസി കൊണ്ട് നിയന്ത്രണം ഉണ്ടാവും. അത് അത്തരത്തിലുള്ള പോളിസി ഉണ്ടാക്കുക എന്നുള്ളതാണ് സർക്കാരിനെ സംബന്ധിച്ചുള്ള ഉത്തരവാദിത്വം. കർണാടകത്തിലെ 12,684 ഔട്ട്ലെറ്റുകളുണ്ട്. കേരളത്തിൽ എത്രയാണുള്ളത്? 300. ഇത് ആദ്യം ചെയ്യേണ്ടത് ഈ ലഹരി MDMA-യിലേക്കൊക്കെ പോകാതെ ആദ്യം ബിവറേജസിന്റെ ഔട്ട്ലെറ്റുകൾ വർദ്ധിപ്പിക്കട്ടെ. തമിഴ്നാട്ടിലാണെങ്കിൽ 7,500 ഉണ്ട് ഇപ്പോഴും. കുറച്ചിട്ട് 800 എണ്ണം കുറച്ചിട്ട് 7,500 എണ്ണം ഉണ്ട്. ഇവിടെ ഇല്ല, 238 എണ്ണേ ഉള്ളൂ. അതാണ് ഈ ലഹരിയിലേക്ക് പിള്ളേർ പോകാനുള്ള കാരണം. കൂടുതൽ അവൈലബിൾ മദ്യം വളരെ കർണാടകയിലൊന്നും ആരും ലഹരി ഉപയോഗിക്കാൻ പാടില്ല. മെഡിക്കൽ ക്വസ്റ്റ്യൻ, അങ്ങനെയാണ് എല്ലാ വീട്ടിലും മദ്യഷോപ്പ് തുറക്കണമെന്നാ പഠിക്കലിന്റെ അഭിപ്രായം. ഇല്ല, അവിടുത്തെ അവൈലബിലിറ്റി ആണ് അവിടുത്തെ ഡ്രഗ്സിനെ പ്രിവെന്റ് ചെയ്യുന്നത്. കാരണം ഈസിലി അവൈലബിൾ ആയിട്ടുള്ള സ്ഥലത്തൊന്നും ഡ്രഗ്സ് ഉണ്ടാവില്ല. ഈ ഡ്രഗ്സും ആൽക്കഹോളും ഒക്കെ ഒരേപോലെ തന്നെ കണ്ടിന്യൂ ചെയ്യുന്നതാണ്. ഒരു ഡ്രഗ്സ് ഉണ്ട് എന്ന് വിചാരിച്ച ആൽക്കഹോൾ ഒഴിവാകുന്നില്ല, ആൽക്കഹോൾ ഉള്ളതുകൊണ്ട് ഡ്രഗ്സ് ഒഴിവാകുന്നില്ല. ഇത് രണ്ടും ഈവിൾ തന്നെയാണ്. ഇതെല്ലാം കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടും ഗവൺമെന്റ് നമ്മളെ കുട്ടികളെ ഇതിനെതിരെ ബോധവാന്മാരാക്കുന്നുണ്ട്. സാറ് പറഞ്ഞ പോലെ സ്വിമ്മിംഗ് പഠിപ്പിക്കണം കുട്ടികളെ. അത് ജീവൻ രക്ഷിക്കാൻ വേണ്ടി സ്വിമ്മിംഗ് പഠിപ്പിക്കണം. ട്രാഫിക് റെഗുലേഷൻസ്, ട്രാഫിക് റൂൾസ് ഫോളോ ചെയ്യാൻ പഠിപ്പിക്കണം. അതുപോലെ ഇതിന്റെ ആപത്ത് വശങ്ങൾ സിലബസ് തന്നെ കുട്ടികളെ പഠിപ്പിക്കുക തന്നെ വേണം. അതല്ലാതെ ഒരു റെഗുലേഷനോ ഇല്ലാതെ അഡൽട്ട്ഹുഡില് ഈസിലി മദ്യം അവൈലബിൾ ആകുമ്പോഴാണ് കൺട്രോൾ ഇല്ലാത്ത, ഡിസിപ്ലിൻ ഇല്ലാത്ത ഒരു ജനറേഷന് ഈസിലി അവൈലബിൾ ആയിട്ട് ഒരുപാട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.